സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ഈ വർഷം നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 97/2025. ഈ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത് വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കാം. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് നമ്മൾ ഉത്തരങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. ഇനി ലാഹോർ സമ്മേളനം നടന്ന വർഷം ചോദിച്ചാലോ? 1929 ആണ്. 1929 ലാഹോർ സമ്മേളനം നടന്നത്. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അതുപോലെ 1930 ജനുവരി 26 ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. എന്നാണ് 1930 ജനുവരി 26. ജനുവരി 26 ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. അപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ലാഹോർ സമ്മേളനത്തിലാണ്. ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929. അധ്യക്ഷൻ നെഹ്റു. 1930 ജനുവരി 26 ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഇറയിളി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇറയിളി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇറയിളി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? ആരുടേതാണ്? ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? മലബാർ ആണ്. മലബാർ. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EMS ആണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. EMS ആണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്. ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആര്യ സമാജം. ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശുദ്ധി പ്രസ്ഥാനം. ആര്യ സമാജം. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. സ്വാമി ദയാനന്ദ സരസ്വതി. ആറാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവാഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് താപചാലനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് സംവഹനം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ശരിയായിട്ടുള്ളത്? ശരിയായിട്ടുള്ളത് ഒന്നാമത്തേതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം എന്നത്. അഭിവഹനം എന്താണ്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം തന്നിരിക്കുന്നു. നേപ്പാൾ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഓപ്ഷൻ ബി ആണ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം. അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതാണ്? 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കാണ്. 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം. 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക്. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നത് ഏതാണ്? സിന്ധു നദിയാണ്. സിന്ധു നദിയാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി.
പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ്? ഓപ്ഷൻ സി ആണ് ബംഗ്ലിഹാർ ഡാം ആണ്. ബംഗ്ലിഹാർ ഡാം. നാലാമത്തേത്, പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ്? ബംഗ്ലിഹാർ ഡാം. കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി. സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ജീവനം. ഓപ്ഷൻ ഡി ജീവനം. അടുത്തത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യത്തിലാണ്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത് തന്നിരിക്കുന്നു. ദിവസവേതനക്കാർ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാർ, അതിഥി തൊഴിലാളികൾ. ഓപ്ഷൻ സി ആണ് സർക്കാർ ജീവനക്കാർ. ഓപ്ഷൻ സി സർക്കാർ ജീവനക്കാർ. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ബ്രഡ്ലാൻഡ് കമ്മീഷൻ ആണ്. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചതാരാണ്? ബ്രഡ്ലാൻഡ് കമ്മീഷൻ ആണ്. അടുത്ത ചോദ്യം, ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾ വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് മൈക്രോ ഫിനാൻസ്. ഓപ്ഷൻ ഡി മൈക്രോ ഫിനാൻസ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ആര്? ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ്. ഈ വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ആര്? ഗുരജഡ അപ്പറാവു. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഗുരജഡ അപ്പറാവു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഓപ്പറേഷൻ സിന്ധു ആണ്. ഓപ്പറേഷൻ സിന്ധു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിയാണ് ഓപ്പറേഷൻ സിന്ധു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന. ഓപ്ഷൻ സി ആണ് നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്നതാണ്. ഓപ്ഷൻ സി. സോഷ്യലിസം, മതേതരത്വം എന്ന 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? സോഷ്യലിസം, മതേതരത്വം. സോഷ്യലിസം, മതേതരത്വം ആമുഖത്തിലാണ്. ഏത് ഭേദഗതിയിലൂടെയാണ്? 42ാമത്തെ ഭേദഗതിയിലൂടെ.
സോഷ്യലിസം, മതേതരത്വം എന്ന 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ആമുഖം. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി. ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ്? APJ അബ്ദുൽ കലാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, APJ അബ്ദുൽ കലാം. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുവാനാണ്. ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നു യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം. റൈറ്റ് സൈഡിലെ വനം, സൈബർ നിയമങ്ങൾ, സെൻസസ്, ജയിലുകൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1C യൂണിയൻ ലിസ്റ്റ്, സെൻസസ്. 2D സംസ്ഥാന ലിസ്റ്റ്, ജയിലുകൾ. 3A കൺകറന്റ് ലിസ്റ്റ്, വനം. അവശിഷ്ടാധികാരം, സൈബർ നിയമങ്ങൾ. യൂണിയൻ ലിസ്റ്റ്, സെൻസസ്. സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ് ജയിലുകൾ, കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് വനം, അവശിഷ്ടാധികാരം വരുന്നത് സൈബർ നിയമങ്ങൾ വരുന്നത് അവശിഷ്ടാധികാരത്തിലാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെ? തെറ്റായ പ്രസ്താവന. 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ ആണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 27ാമത്തെ ചോദ്യം, ദരിദ്രരിൽ ദരിദ്രനായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏത്? ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗങ്ങൾക്ക് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതി. അന്ത്യോദയ അന്ന യോജന. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിൽ ആദ്യമായിട്ട് തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946-ലാണ്. ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യറാണ്. ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. 1946 വരെ വ്യവസായ വകുപ്പിന്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവയാണ്? രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭ പാർലമെന്റിന്റെ അധോമണ്ഡലമാണ്. രാജ്യസഭ അംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. രാജ്യസഭ പാർലമെന്റിന്റെ ഉപരിസഭയാണ്. രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. അടുത്ത ചോദ്യം, MGNREGAയുടെ പൂർണ്ണരൂപം. MGNREGAയുടെ പൂർണ്ണരൂപം. ഓപ്ഷൻ എ ആണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു വകുപ്പ് 370. 2018 ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തേത്, 2018 ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റായിട്ടുള്ള പ്രസ്താവന. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി നഷ്ടമായ വർഷം 2019 ആണ്.
അപ്പോൾ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പാണ് വകുപ്പ് 30 എന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേരളം. രാജ്യത്ത് ആദ്യമായിട്ട് വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 33ാമത്തേത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം. ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തൽ, ഘോര ചികിത്സ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിന്റെയും അസുഖത്തിന്റെയും ജോഡി തിരഞ്ഞെടുക്കാം. ഓപ്ഷൻ ബി ആണ് OPV പോളിയോ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏത്? ഓപ്ഷൻ എ ആണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ആണ്. CFCs ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. 37 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ആരോഗ്യ കേരളം. ഓപ്ഷൻ സി ആണ് ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. ആരോഗ്യ കേരളം. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതുക. സെറിബ്രം മനുഷ്യന്റെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ സന്തുലനാവസ്ഥ കാക്കാൻ സഹായിക്കുന്നു. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം ശരിയാണ്. 1ഉം 4ഉം. സെറിബ്രം മനുഷ്യന്റെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ചിന്ത, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം ആകുന്നത്? അനിയന്ത്രിതമായ ഭക്ഷണശീലം. അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം 5.6-ൽ താഴെ. അമ്ലമഴയുടെ pH മൂല്യം 5.6-ൽ താഴെ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? 3-ാം ചലന നിയമം. 3. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ആവൃത്തി ഏറ്റവും കൂടിയത് ഗാമ കിരണമാണ്. ഗാമ. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം ഭൂമിയുടെ കേന്ദ്രത്തിൽ 0 ആണ്. 0. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈ സ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം ചൈനയാണ്. ചൈന. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിൽ ആയിരുന്നു? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ CO2 അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് 3 മോൾ. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാക്കാൻ ആവശ്യമായതിനാൽ കൂടുതൽ ലയിച്ചു ചേരുന്ന ലായനിയെ പറയുന്ന പേര്? അതിപൂരിത ലായനി. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിനാൽ കൂടുതൽ ലയിച്ചു ചേരുന്ന ലായനിയാണ് അതിപൂരിത ലായനി. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? സ്ഥിരകാന്തങ്ങൾ അൾനിക്കോയാണ്. അൾനിക്കോ. സ്ഥിരകാന്തങ്ങൾ അൾനിക്കോ.
ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏത്? അസറ്റ്ലീൻ ആണ്. അസറ്റ്ലീൻ. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കം ഉണ്ടാക്കുമ്പോൾ പുറത്തു വരുന്നത് അസറ്റ്ലീൻ. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൽഫാഫോൾഡ്. ആൽഫാഫോൾഡ്. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന AI ആണ്, AI ടൂളാണ് ആൽഫാഫോൾഡ്. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് 1, 2, 3, 4, 6. 1, 2, 3, 4, 6. പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപ്പുലയ ആട്ടം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3, 4. ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതാണ്? ചെനാബ് റെയിൽ പാലമാണ്. ചെനാബ് റെയിൽ പാലം. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ്. ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നു. നിരീശ്വരൻ, മീശ, ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ, സമ്പർക്ക ക്രാന്തി. ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. നിരീശ്വരൻ BJ ജെയിംസ്, മീശ S ഹരീഷ്, ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ NS മാധവൻ, സമ്പർക്ക ക്രാന്തി B ഷീനില. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം. അടുത്തത് ശരിയായ ജോഡികൾ കണ്ടെത്തുവാനാണ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1, 3 എന്നിവ ശരിയാണ്. വൈശാഖ മഹോത്സവം, കൊട്ടിയൂർ ക്ഷേത്രം, പുത്തിരി തിരുവപ്പന, ശ്രീ മുത്തപ്പൻ ക്ഷേത്രം, പറശ്ശിനിക്കടവ്. വൈശാഖ മഹോത്സവം, കൊട്ടിയൂർ ക്ഷേത്രം, പുത്തിരി തിരുവപ്പന, ശ്രീ മുത്തപ്പൻ ക്ഷേത്രം, പറശ്ശിനിക്കടവ്. അടുത്ത ചോദ്യം, 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് ഹെറിറ്റേജിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങളാണ്. ഓപ്ഷൻ സി ഭഗവത്ഗീത, നാട്യശാസ്ത്രം. ഭഗവത്ഗീത, നാട്യശാസ്ത്രം. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. താഴെ പറയുന്നവയിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തത് ഏത്? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തത് ലിബ്ര ഓഫീസ് ഇംപ്രസ്, MySQL, ഒറാക്കിൾ, മൈക്രോസോഫ്റ്റ് ആക്സസ് എന്നിവയെല്ലാം ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ് ആണ്. ഡാഷ് ഒരു സ്വതന്ത്ര വിവര വിനിമയ നവ സാമൂഹിക മാധ്യമം ആണ്. ഡയാസ്പൊറ. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? ഡീപ്സീക്ക് ആണ്. ഡീപ്സീക്ക്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? അമരാവതിയിലാണ്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായിട്ട് ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? അമരാവതിയിലാണ്. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക. ഓപ്ഷൻ ബി ആണ്. 1 മാത്രം. സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ.
വെളിപ്പെടുത്തൽ നിന്നും ഒഴിവാക്കാത്ത വിവരം. 65 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 66 ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായിട്ടുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് 4 338. ഭരണഘടനയുടെ 338 അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. അനുച്ഛേദം 338. ഗാർഹിക പീഡന നിയമത്തിലെ 12-ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? ഓപ്ഷൻ ബി ആണ് 4 മാത്രം. എല്ലാം ശരിയാണ്. പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രം, ഏതൊരാൾക്കും, പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും, പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം. ഉത്തരം ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ ബി ആണ്. 4ാമത്തെ പ്രസ്താവനയാണ് ശരി. 4ാമത്തെ ഓപ്ഷനാണ് ശരി. എല്ലാം ശരിയാണ്. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം കുട്ടി. ഓപ്ഷൻ സി ആണ് 2 മാത്രം. 18 വയസ്സിന് താഴെ. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട്. ഓപ്ഷൻ എ ആണ് 2 മാത്രം. 283 റിപ്പോർട്ട്. 283. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിന്റെ S2D രക്ഷിതാവ് ആരാണ്? ഓപ്ഷൻ സി ആണ് 3 മാത്രം. 1, 2 മാത്രം. ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുക്കുന്നവരും രണ്ടാനച്ഛനും രണ്ടാനമ്മയും. അടുത്തത് വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. 71ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി. 72ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. 73ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 74ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. 75ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് 75 ഓപ്ഷൻ ഡി ആണ്. 76ാമത്തെ ചോദ്യം 76 ഉത്തരം ഓപ്ഷൻ സി ആണ്. 77ാമത്തെ ചോദ്യം 77 ഉത്തരം ഓപ്ഷൻ എ. 78ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി. 79 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 80ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ഡാഷ് അറ്റ് ദ ക്രിറ്റിസിസം. ഉത്തരം ഓപ്ഷൻ സി. ലാഫിംഗ്. If I have the money, I dash a new dress for you. Will buy. My mother in this house for 10 years. Has been living. The poem tempts the readers to ponder dash the beauty of nature. Uttaram over. Option D. Over. Give a one-word substitute for a person who loves books. A person who loves books. Bibliophile. Option B. Option A. Bibliophile. The correctly spelled word is vacuum. Vacuum. What does the foreign phrase vis-a-vis mean? Uttaram in relation to. Option B. In relation to. Sheep flock. Fish school. Change into reported speech. His father asked, "Do you think you know the lesson better than your teacher?" Answer option A. His father asked whether he thought he knew the lesson better than his teacher. Expand RDX. Option C. Royal Demolition Explosive. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. താഴെ പറയുന്നവയിൽ മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏത്? മകന്റെ ഭാര്യ. സ്നുഷ. വ്യാകരണം പഠിച്ചിട്ടുള്ളവൻ ഒറ്റപ്പദം ഏത്? വൈയാകരൺ. തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ജനകൻ, ജാനകി. കൊന്നമരം എന്നർത്ഥം വരാത്ത പദം ഏത്? സൗവർണ. അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി.
ഭരതവാക്യം ചൊല്ലുക. പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ പരോപകാരം പര പ്ലസ് ഉപകാരം. അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ബഹിർമുഖൻ. പാത്രമറിഞ്ഞ് ദാനം ചെയ്യണമെന്ന പഴഞ്ചൊല്ലിന്റെ പൊരുൾ ആളറിഞ്ഞ് ദാനം നൽകണം. തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ സി. അവസാനത്തെ ചോദ്യം. ശരിയായ വാക്യം ഓപ്ഷൻ സി ആണ്. പരേതൻ ഒരു വയസ്സുള്ള ഇരട്ടക്കുട്ടികളുടെ പിതാവാണ്. PSCയുടെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്